എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ കവാക്കിക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റി അവനങ്ങനെ വീണ് കിടക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ഓടി വന്ന് കവാക്കിയെ താങ്ങിയെടുക്കും. ഹേമാവരിക്കാണെങ്കിൽ അവന്റെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് പേടിയായി അവൾ കരയാൻ തുടങ്ങുകയാണ്. കവാക്കി ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, ഹേമാവരിയുടെ വേസ് അത് തകർത്തതിന് പകരം ഇപ്പൊ എന്റെ കൈ തകർന്നിരിക്കുകയാണ്, ഇപ്പൊ പ്രോബ്ലം എല്ലാം ഈക്വൽ ആയില്ലേന്ന് ചോദിക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ദേഷ്യം വരും. അവൻ ചിരിച്ച് ഇപ്പൊ ബൊറൂട്ടോട് പറയും, ഞാൻ ഇടയിൽ കയറി ആ ഒരു അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നറൂട്ടോ കൊല്ലപ്പെട്ടേനെ. ഹൊക്കാഗ കൊല്ലപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാനും മരണപ്പെടും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ ഞാൻ എന്റെ കൈ സാക്രിഫൈസ് ചെയ്തത്. ഡെൽറ്റയ്ക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് കലി കയറും. കവാക്കി, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ അറ്റാക്കിന്റെ ഇടയിലേക്ക് നീ കടന്നു വരും. അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവും നിനക്കില്ല. മര്യാദയ്ക്ക് എന്നോടൊപ്പം വായോ. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എത്രയും വേഗം ഞാൻ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അദ്ദേഹം തകർന്ന കൈ അത് റെഡിയാക്കി എടുക്കും. ഞാൻ ഉപയോഗിക്കുന്ന അറ്റാക്കുകൾ അത് റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അറ്റാക്കുകളാണ്. എങ്കിലും നീ മാറി നിൽക്കാൻ പറഞ്ഞ് അവൾ വീണ്ടും നറൂട്ടോയ്ക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. അടുത്ത നിമിഷം നറൂട്ടോയും അടുത്തേക്ക് വന്ന് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അവളാണെങ്കിൽ ടൈജിപ്സൂല് നല്ല രീതിയിൽ നറൂട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്യും. നറൂട്ടോ അവളുടെ എല്ലാ പഞ്ചിൽ നിന്ന് രക്ഷപ്പെട്ട് അവളെ അടിച്ച് തെറിപ്പിക്കും. നറൂട്ടോ ഒരുപാട് തവണ അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ആ അറ്റാക്കിലൊന്നും അവൾക്ക് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഒന്നും സംഭവിക്കില്ല. അവളാണെങ്കിൽ വീണ്ടും വീണ്ടും അവളുടെ പവർ നല്ല രീതിയിൽ റിലീസ് ചെയ്ത് ഇപ്പോൾ ഒരു പിങ്ക് കളറായിട്ട് മാറുകയാണ്. നറൂട്ടോ ആണെങ്കിൽ അവനും വിട്ടുകൊടുക്കാതെ കുറാമ പവർ അതും നന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് എയർ പവറിൽ യെല്ലോ കളറിൽ അവൾക്ക് നേരെ വന്ന് രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ലോങ് ഷോട്ടിലായിട്ട് കവാക്കിയും ബൊറൂട്ടോയും ഹേമാവരിയും അവരാണെങ്കിൽ കണ്ണിമ ചിമ്മാതെ ആ ഫൈറ്റ് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വേറെ ലെവലിലേക്ക് പോയി. ഇപ്പൊ നറൂട്ടോ അവൾ ആഞ്ഞൊരട്ടി, ആ ഒരു അട്ടിയിൽ അവൾ അടിച്ചു വീഴുകയാണ്. ചോര തുളുമ്പി അവൾ പതിയെ എഴുന്നേക്കാണ്. ഇവനും എന്നെ പോലെ തന്നെ മോൺസ്റ്റർ പവർ ഉണ്ട്. സോ ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം അവനോട് ഫൈറ്റ് ചെയ്യാൻ. നറൂട്ടോ ആണെങ്കിൽ സ്ലോ മോഷനിൽ അവളുടെ അടുത്തേക്ക് നടന്നു വരും. നിന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കുട്ടികളുടെ ദേഹത്ത് വെക്കാനായിട്ട് പാടില്ല എന്ന്. പക്ഷേ നീ അത് ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനുള്ള പണിഷ്മെന്റ് അത് നിനക്ക് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് നറൂട്ടോ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ നറൂട്ടോ അടുത്ത് വരെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നറൂട്ടോ ക്ലോസ് തന്നെ താമസം അവൾ വീണ്ടും ബീം പവർ ഉപയോഗിക്കുകയാണ്. അത് കണ്ട നറൂട്ടോ ഞൊട്ടിയിടയിൽ ജയന്റ് റസറങ്ങൺ അതുപയോഗിച്ച് അവളുടെ ബീം പവറിനെ പ്രിവെന്റ് ചെയ്യും. പക്ഷെ എന്താ, അവളാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് ഇപ്പോ അവന്റെ ജയന്റ് റസറങ്ങൺ പവറിനെ അബ്സോർബ് ചെയ്തെടുക്കും. പക്ഷെ നറൂട്ടോ ആണെങ്കിൽ തോറ്റു പിന്മാറാൻ തയ്യാറാവാതെ വീണ്ടും ഒരു ജയന്റ് റസറങ്ങൺ പവർ അത് ക്രിയേറ്റ് ചെയ്യും. അവളാണെങ്കിൽ അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ അത് അബ്സോർബ് ചെയ്യുന്തോറും അവൻ കൂടുതൽ ചക്ര പവർ ഇറക്കി റസറങ്ങൺ പവർ അത് നിർത്താതെ അവൾക്ക് നേർക്ക് അയക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ പപ്പ നറൂട്ടോ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ശേഷം കാര്യമൊക്കെ മനസ്സിലാവും. അവൻ ശ്വാസം മുറുക്കി പിടിച്ച് പപ്പയുടെ മൂവ്മെന്റ് നോക്കി നിൽക്കും. ബാക്കിക്കാണെങ്കിൽ ടെൻഷനാവും. ബൊറൂട്ടോ, നിന്റെ പപ്പ നറൂട്ടോ ആൾ എന്തായി ചെയ്യണേ? അവളെ കൊണ്ട് എല്ലാ പവറും അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയും. അതിന് ബൊറൂട്ടോ ചിരിക്കും. എന്റെ പപ്പയെക്കുറിച്ച് നിനക്കും അറിയില്ല, ആർക്കും അറിയില്ല. ആക്ച്വലി അവള് നിഞ്ച ടൂൾ കൊണ്ട് ക്രിയേറ്റ് ആക്കപ്പെട്ടവളാണ്. ആ ടൂളിന് ലിമിറ്റേഷൻ ഉണ്ട്. ഓവറായിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റായി തീർച്ചയായിട്ടും അത് തകർക്കപ്പെടും. അതിനാണ് എന്റെ പപ്പ ശ്രമിക്കുന്നതെന്ന് പറയും. അത് കേട്ട് കവാക്കി ഞെട്ടും. ഇവിടെ ഡെൽറ്റ പെണ്ണാണെങ്കിൽ നിർത്താതെ അബ്സോർബ് ചെയ്ത് അവളുടെ സ്റ്റോറേജ് ഫുൾ ആവുകയാണ്. അവളുടെ കണ്ണിലൂടെ പുകയൊക്കെ പുറത്തേക്ക് വരും. അതുമാത്രമല്ല ആ ഡ്രോണുമായിട്ടുള്ള കണക്ഷൻ അതങ്ങനെ വിച്ഛേദിക്കപ്പെടുകയാണ്. അവളാണെങ്കിൽ നറൂട്ടോ ഇട്ടിക്കാനായിട്ട് പാഞ്ഞടുക്കും. നറൂട്ടോ അങ്ങനെ ഉയർന്നു പറന്ന് മാസീവ് റസറങ്ങൺ പവർ ഇത് അവളുടെ ദേഹത്ത് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവൾ പൂർണ്ണമായിട്ടും തകർന്ന് മരിച്ചു വീഴും. നറൂട്ടോയും ഹേമാവരിയും അവർ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി തംസപ്പ് കാണിക്കും. അതിന് നറൂട്ടോയും തംസപ്പ് കാണിച്ച് അവൻ അവളുടെ അടുത്തേക്ക് വരും. അവാക്കിയാണെങ്കിൽ നിലവിളിച്ചു പറയും, മാസ്റ്റർ നറൂട്ടോ, ദയവ് ചെയ്ത് അവളെ വെറുതെ വിടരുത്. ഒരുപക്ഷെ അത് മരിച്ചിട്ടുണ്ടാവില്ല. അവളെ ചെക്ക് ചെയ്ത് എത്രയും വേഗം അവളെ കൊന്നുകളാ. അതിന് നറൂട്ടോ പറയും, ആക്ച്വലി ഇവളെ ജീവനോടുകൂടെ ലാബിൽ എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇവൾക്ക് ജീവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലാബിലേക്ക് കൊണ്ടുപോയി ചില റിസർച്ചുകൾക്ക് എനിക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തെത്തും. നറൂട്ടോ ആണെങ്കിൽ അവളുടെ തൊട്ടടുത്തെത്തേണ്ട താമസം ഒരു കാര്യം കണ്ട് ഷോക്കായി തിരിച്ചോടുകയാണ്. മറ്റൊന്നുമല്ല, അവളുടെ ബോഡിയിൽ സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡ് അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നറൂട്ടോ ക്ഷണവേഗത്തിൽ ഓടി വന്ന് ബൊറൂട്ടോയെയും കവാക്കിയെയും അതുപോലെ തന്നെ ഹിമാവരെയും തൂക്കിയെടുത്ത് ദൂരേക്ക് ഓടും. 10 മിനിറ്റ് തന്നെ അവള് മുഴുവനായിട്ടും പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷെ ഡ്രോൺ ആണെങ്കിൽ അപ്പോഴും അവിടെ തന്നെ കറങ്ങി നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ തവള അത് ഈ കാഴ്ചയെല്ലാം കണ്ടു നിൽക്കുകയാണ്. വില്ലനാണെങ്കിൽ നറൂട്ടോയുടെ പവർ കണ്ട് ഭയങ്കര അത്ഭുതം. ഓ നോ,
നിനക്ക് സത്യത്തിൽ ഇത്രയും പവറൊക്കെ ഉണ്ടായിരുന്നോ? പക്ഷേ നിന്റെ ഈ പവർ കൊണ്ടൊന്നും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. ആരയുടെ പവർ എന്താണെന്ന് നിനക്കറിയില്ല. അത് അൺലോക്ക് ചെയ്യാൻ നിന്റെ പവറല്ല, മറിച്ച് ബൊറൂട്ടോയുടെ പവറാണ് ആവശ്യം. കട്ട് ചെയ്താ ഇപ്പോൾ ഒരു ഗ്രാമം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ കൃഷിയിടങ്ങളെല്ലാം തന്നെ വരണ്ടുണങ്ങി കിടക്കുകയാണ്. ജനങ്ങളെല്ലാവരും പുതുമഴ പെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹത്തോടും ആശയോടും കൂടെ കാത്തിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു വീട് കാണിക്കുകയാണ്. ആ വീടിന്റെ ഗൃഹനാഥനാണെങ്കിൽ ആളുടെ വൈഫിനെ അകത്തേക്ക് വിളിക്കും. നീ വെറുതെ പുറത്തേക്ക് നോക്കി നിന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആളുടെ മകനെ നോക്കുകയാണ്. അവനാണെങ്കിൽ ഒരു രോഗമൊക്കെ പിടിപെട്ട് അങ്ങനെ കിടക്കുകയാണ്. വൈഫാണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡിനോട് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു വിപത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കരകയറ്റും. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, വിഡ്ഢിത്തരം പറയരുത്, ഇത് ഈ ഗ്രാമത്തിന്റെ തന്നെ അവസാനമാണ്, നമ്മളിനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അവരങ്ങനെ കാര്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുമ്പോഴായിരിക്കും ഏതോ ഒരാൾ ഇപ്പൊ അകത്തേക്ക് വരിക. ഗ്രാമത്തിലേക്ക് ആരൊക്കെ എത്തിയിട്ടുണ്ട്, സോ എത്രയും വേഗം പുറത്തേക്ക് വരാനായിട്ട് അവൻ പറയും. അത് കേട്ട് ഇപ്പൊ ഹസ്ബൻഡും പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന് അവർ കാണും, വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഒരുപാട് പേരങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അടുത്ത നിമിഷം അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ബോറോ അവനങ്ങനെ നടന്നു വരികയാണ്. ബോറോ കാറ ടീമിലെ ഒരു മെമ്പറാണ്. അവരെ കണ്ട് ഗ്രാമത്തിലുള്ളവര്, നിങ്ങളൊക്കെ ആരാ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ചോദിക്കും. ബോറോ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിങ്ങൾ എല്ലാവരെയും രക്ഷിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. പക്ഷെ ജനങ്ങളാണെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ അവരെ പുറകിലേക്ക് തുരത്തി ഓടിക്കാനായിട്ട് ശ്രമിക്കും. അതിന് ബോറോ അടുത്തേക്ക് വന്ന് അവിടെ കൂടെ നിൽക്കുന്ന ജനങ്ങളിൽ ഒരാളെ അങ്ങനെ ക്യൂർ ചെയ്യാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവർ ഞെട്ടലോട് കൂടെ അവനെ തന്നെ നോക്കും. അവൻ പറയും, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾ ഇവിടേക്ക് വന്നത് നിങ്ങളെ സേവ് ചെയ്യാൻ തന്നെയാണ്. ഉടനെ ആ വൈഫാണെങ്കിൽ അവളുടെ രോഗബാധിതനായ മകനെ അവനെ അങ്ങനെ എടുത്ത് ബോറോയുടെ മുൻപിലേക്ക് കൊണ്ടുവരും. അവനാണെങ്കിൽ ആ മകനെയും സുഖപ്പെടുത്തുകയാണ്. അതിനുശേഷം ജനങ്ങളെല്ലാവരും അവരിൽ വിശ്വാസം അർപ്പിച്ച് രക്ഷിക്കാനായിട്ട് അപേക്ഷിക്കും. അല്പസമയം കഴിയുമ്പോഴേക്കും എല്ലാവരുടെയും അസുഖങ്ങളൊക്കെ അവരെല്ലാവരും ചേർന്ന് ക്യൂർ ചെയ്യുകയാണ്. പിന്നീട് ആ കറുത്ത മേഘങ്ങളൊക്കെ അവിടുന്ന് പോയി മാനം തെളിഞ്ഞ് ആ ഗ്രാമം വളരെ നോർമലായിട്ട് മാറും. ജനങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത സന്തോഷവും സംതൃപ്തിയും. ഓരോ ആണെങ്കിൽ അവരോട് പറയും, സത്യത്തിൽ നിങ്ങൾ എല്ലാവരും വലിയ വിഡ്ഢികളാണ്. ഇതുപോലൊരു വരണ്ട ഭൂമിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം അത് ഹോമിച്ചില്ലാതാക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ഇവിടെ കിടന്ന് ഇതുപോലെ നരകിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ട് പാടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലുപരിയായിട്ട് ഐശ്വര്യം അത് നിങ്ങളെ തേടിയെത്തും. അത് കേട്ട് ജനങ്ങൾക്ക് വല്ലാത്ത സന്തോഷം, ഒരുപാട് സന്തോഷം. ഓരോ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, നിങ്ങളുടെ എല്ലാവരുടെയും സോള് അതെനിക്ക് തരുവാണെങ്കിൽ ഇൻഫിനിറ്റി സുക്കിനോമി അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. നിങ്ങൾ ചിലരെങ്കിലും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. ഞാൻ വീണ്ടും ആ സുക്കിനോമി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഉട്ടോപ്പി എന്ന സ്ഥലത്തേക്ക് നിങ്ങളെല്ലാവരെയും കൊണ്ടുപോയി ആ ഒരു വലിയ മിഷൻ അത് ഞാൻ ആരംഭിക്കുമെന്ന് പറയും. അതിന് ജനങ്ങൾക്കും സമ്മതമാണ്. കട്ട് ചെയ്ത ഇപ്പൊ ബോറോയുടെ വളരെ വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു കാസ്റ്റിൽ കാണിക്കും. ബോറോ ആണെങ്കിൽ ആ ജനങ്ങളെ എല്ലാം അവന്റെ കാസ്റ്റിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ആ മിഷൻ അവളുടെ മിഷൻ അത് അവന്റെ അസിസ്റ്റന്റ് മേൽക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അടുത്ത നിമിഷം ഗോഡ് അവിടേക്ക് വന്ന് ബോറോയോട് പറയും, അത്യാവശ്യമായിട്ട് നീ ഡോക്ടറിന്റെ അടുത്തേക്ക് വരണം, ആൾക്ക് ചില കാര്യങ്ങൾ നിന്നിൽ ചെക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ബോറോ ആണെങ്കിൽ അത് നിഷേധിക്കും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാനിപ്പോ വലിയൊരു മിഷനിലാണ്. അതിന് കോഡാണെങ്കിൽ അവനെ കളിയാക്കി പറയും, നീ ഇപ്പോഴും മനുഷ്യരെ ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് കളിക്കുകയാണല്ലേ, നീ ശരിക്കും ഒരു വിഡ്ഢി തന്നെയാണ്. അത് കേട്ട് കൺട്രോൾ പോയ ബോറോ അവന്റെ കഴുത്തിന് പിടിച്ച് ഉയർത്തിയെടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ജീഗനെ കാണിക്കും. ജീഗനാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കും, കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? അതിന് ഡോക്ടർ പറയും, കാര്യങ്ങളെല്ലാം സെറ്റാണ്, പക്ഷെ ഇതുവരെ കവാകിയെ കണ്ടെത്താനായിട്ടില്ല. അത് കേട്ട് ജീഗൻ അവൻ ടെൻഷൻ ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.